നമ്മളെ വാപ്പാനെയും ഉമ്മാനെയും നമ്മൾ കഷ്ടപ്പെടുത്തിയിട്ടാ പറഞ്ഞയച്ചെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളും അതേപോലൊരു കഷ്ടപ്പാട് ജീവിതാന്ത്യത്തിൽ നമുക്ക് തന്നേക്കാമെന്നതാണ്. അതാണ് ജിൻസ് അമലിക്കുന്നത്, തത്തുല്യമായ പ്രവർത്തനം. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം, ഒരു കിടപ്പ് രോഗിയായ ഒരാളെ നമ്മൾ പരിചരിച്ചു, അത് വലിയ അധ്വാനമുള്ള കാര്യമാണ്. അയാൾ എല്ലാ കാര്യങ്ങളും മറ്റൊരാൾ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്താൽ അള്ളാഹു എന്ത് ചെയ്യാണ്? അങ്ങനെ ഒരു കിടത്തം നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കുക. അതൊരു വലിയ തീരുമാനമല്ലേ സഹോദരങ്ങൾ? അപ്പൊ ആ രോഗിനെ പരിചരിക്കുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടും എന്ത് വിഷമവും വരുമ്പോ ആ ആളുടെ മനസ്സിലൊരു പ്രചോദനം എന്താണ്? പടച്ചോൻ ഇങ്ങനത്തെ ഒരു കിടപ്പ് എനിക്ക് ഒഴിവാക്കി തരികയാണെങ്കിൽ ഈ സേവനങ്ങളൊക്കെ വളരെ ചെറുതല്ലേ എന്ന് മനസ്സിൽ തോന്നുക. ഇത് വലിയൊരു ആശയമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു ആശയമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, സദസ്സൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നാണ്. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് വേറെ ആൾക്കാർ കയറി വരുമ്പോൾ അവർക്കൊരു സൗകര്യം ഉണ്ടാകാൻ വേണ്ടി ഒന്നും കൂടി സദസ്സിനെ എന്ത് ചെയ്യണം? വിശാലമാക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ വിശാലത നൽകണം. അവിടെ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കരുത്, ഒന്ന് നീങ്ങിക്കൊടുക്കുക, ഒന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് വിശാലത നൽകുന്നതാണ്. അള്ളാഹ് തരുന്ന വിശാലത എത്ര വിശാലമായിരിക്കും. ഇനി ആ സദസ്സിന്റെ സൗകര്യം നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഒന്ന് എഴുന്നേറ്റ് ഒന്നൊന്ന് മാറി നിൽക്കിന്ന് പറയാന്ന് വിചാരിച്ചോളി. അങ്ങനെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് കൊടുക്കുക, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒന്ന് എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? സൗകര്യങ്ങൾ ചെയ്തു തരുന്നാൽ. വലിയ ഒരു ആശയമാണ് സുഹൃത്തുക്കൾ. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, മനസ്സിലെ, ഒരു വാഹനം ഓടിക്കുമ്പോൾ മുന്നിലൊരു പൂച്ച പെട്ടാൽ പോലും നമ്മുടെ ഹൃദയം വറക്കും. പടച്ചോനെ, നാളെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഈ അനുഭവം എനിക്ക് വന്നാലോ എന്ന് മനസ്സ് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ കാല് ബ്രേക്കിൽ അമരും. ഇത് ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് സുഹൃത്തുക്കൾ. ഇത് സത്യത്തിൽ ഒരു ആശയം എന്നുള്ളത് വാക്കുകൾ മാത്രമല്ല, ഇതൊക്കെ നമ്മൾ എത്രയോ അനുഭവത്തിൽ കണ്ടതാണ്. പലരും തങ്ങളുടെ ദുരന്ത ഫലങ്ങളെ മരിക്കുന്നതിന് മുമ്പ് മുഖാമുഖം കാണേണ്ടി വന്ന രംഗങ്ങൾക്ക് നമ്മൾ എല്ലാവരും സാക്ഷിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചുള്ളത് നമുക്ക് തിരിച്ചു കിട്ടും. ലൈസ ബി അമാനീകും വലാ അമാനി അഹ്ലിൽ കിതാബ്, വ്യാമോഹങ്ങൾക്കല്ലല്ലോ, വേദക്കാരുടെ വ്യാമോഹങ്ങളല്ല നടക്കുന്നത്. പിന്നെന്താ നടക്കുന്നത്? ആര് തിന്മ പ്രവർത്തിച്ചുവോ അവൻ അതിനുള്ള ഫലം അവന് നൽകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ വന്നാൽ, ഞാൻ ചെയ്തതിന്റെ ദുരന്തം എന്നെ തേടി വന്നാൽ, വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയം വലാ നസ്വീറാ, പിന്നെ ഞാൻ എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എന്നെ സഹായിക്കാൻ അള്ളാഹു എനിക്ക് തിരികെ തരുന്ന ഒരു ദുരന്തത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ടാവൂലെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 123-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ഒരു ആശയം നമ്മുടെ മനസ്സിക്ക് ഇപ്പം കയറിയെന്ന് വിചാരിക്കാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ഒരാളെ പറ്റിച്ചാൽ അതിനേക്കാളും വലിയ പറ്റിക്കലായിരിക്കും. എന്നെ ഒരു കച്ചവടക്കാരനാണ്, ഞാനൊരു ചെറിയ സംഖ്യക്ക് ഒരാളെ പറ്റിച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത കണ്ടെയ്നറുകളാകും എനിക്ക് നഷ്ടപ്പെടുന്നുണ്ടാകാന്ന് ചിന്തിച്ചാൽ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ. ഇത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തെ മാറ്റുന്ന ഒരു ആശയമാണ്. എത്ര ഹദീസുകളും ഖുർആൻ വചനങ്ങളും കാണാൻ പറ്റുന്ന രംഗങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം, ദയയോടെ ജീവിക്കുക, മറ്റുള്ളവരോട് ദയ കാണിക്കുക സുഹൃത്തുക്കൾ. കാരണം എന്താ? അള്ളാഹുവിന്റെ കരുണ എനിക്കും നിങ്ങൾക്കും ലഭിക്കേണ്ട നൂറുകണക്കിന് സന്ദർഭങ്ങൾ നമ്മുടെ ജീവിത ഭാവിയിൽ വരാനുണ്ട്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരാളോട് നമ്മൾ കരുണയില്ലാതെ പെരുമാറ്. അർറാഹിമൂൻ യർഹമുഹുമുല്ലാ, കരുണ കാണിക്കുന്നവർക്ക് അല്ലാഹു കരുണ കാണിക്കും. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ. എത്ര അവസരങ്ങളുടെ സുഹൃത്തുക്കൾ, അയലോക്കത്തും നാട്ടിലും നമ്മുടെ തൊഴിലിടങ്ങളിലുമെല്ലാം നമുക്ക് സ്നേഹം പകരാൻ എത്ര സന്ദർഭങ്ങളുണ്ട്. നാം ആലോചിക്കുക, അത് കൊടുക്കുമ്പോഴേ അള്ളാഹു എനിക്കും നിങ്ങൾക്കും സമാനമായതല്ല, അതിനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ടത് തിരിച്ചു തരും. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ എന്ത് ഒരു വിശക്കുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്ന ഒരു നായക്ക് തൻ്റെ ഷൂല് വെള്ളം കോരിക്കൊടുത്ത് അതിൻ്റെ തൊണ്ട നനച്ചു കൊടുത്തതിനെ അള്ള എന്താ ചെയ്തത്? വേശ്യയായ ഒരു പെണ്ണിന് അള്ള കൊടുത്തത് എന്താ? സ്വർഗ കൊടുത്തത്. പകരം കൊടുക്കണത് അള്ള കൊടുക്കുമ്പോ ആ പകരത്തിന്റെ സമാനത നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റൂല. ഒരു മൃഗത്തോട് കാണിച്ച വാത്സല്യത്തിന് അള്ളാഹു മരണമില്ലാത്ത അനശ്വര സ്വർഗമാണ് പാപങ്ങൾ ഓർത്തു കൊടുത്തത്. അപ്പൊ കരുണ തിരിച്ചു കിട്ടുന്നു മനസ്സിലുണ്ടെങ്കിൽ കരുണ ചെയ്യാൻ അവസരങ്ങളില്ലേ സുഹൃത്തുക്കളെ? വേദനിക്കുന്നവന്റെ മനസ്സിനെ തണുപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എത്ര അവസരങ്ങളുണ്ട്. വിഷമിക്കുന്ന ആളുകളെ സഹായിക്കുന്നത്. ഇപ്പൊ അവന് വന്നതല്ലേ, അമ്മക്കിപ്പോ എന്താ പ്രശ്നം? അവൻ ഇപ്പൊ നമ്മൾ ആരാ?
അവന്റെ കിഡ്നി പോയി നീര് കെട്ടി ആശുപത്രി പോവാനൊരു വണ്ടി കിട്ടാതെ പണമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇന്നത്തെ ഒരു ഡയാലിസിസ് എന്റെ വക ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത്തരം മാരകമായൊരു രോഗത്തെ നമ്മിൽ നിന്ന് തട്ടിമാറ്റുകയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ നമ്മളെ പിശുക്ക് പ്രവർത്തിക്കൂല, അവിടെ നമ്മൾ ഔദാര്യവാനാകും. അതാണ് അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അപ്പൊ അതെന്റെ ജ്യേഷ്ഠനാണ്, ആ രോഗി എന്റെ ജ്യേഷ്ഠനാണ്, അവൻ എന്റെ തറവാട് പേരല്ലെങ്കിലും അവൻ എന്റെ സഹോദരനാണ്. മാത്രമല്ല ലാ യത്ലിമുഹു വലാ യുസ്ലിമുഹു, അവൻ ആക്രമിക്കൂല, അവൻ എന്തെങ്കിലും അപകടങ്ങളിലേക്ക് അവൻ ഏൽപ്പിച്ചു കൊടുക്കൂല. മൻ കാന ഫീ ഹാജത്തി അഖീഹി കാനല്ലാഹു ഫീ ഹാജത്തിഹി, തന്റെ സഹോദരന്റെ ആവശ്യത്തിൽ ആരെങ്കിലും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അവന്റെ ആവശ്യം നിർവഹിക്കാൻ അല്ലാഹ് ഉണ്ടാവും. നിസ്സാരമായ ഒരാളുടെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ നമ്മളെ വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരുമെന്നാണ്. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബ, അതൊക്കെ സമാനമല്ലേ സുഹൃത്തുക്കളെ? വിഷമം നീക്കി കൊടുത്തിന് നമ്മളെ വിഷമം മാറ്റിത്തരെ പടച്ചു, ആരൊക്കെ ആശ്വാസം നൽകിന് പകരം അള്ളാഹു നമുക്ക് ആശ്വാസം തരാം. എത്രയെത്ര സന്ദർഭങ്ങൾ. ഇതൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ആശയമല്ലേ? ഈ പറയുന്നത് ഒരു സമാധാനം കിട്ടുന്ന ആശയമാണ്. കാരണം എന്താ അറിയോ, നമ്മളിങ്ങനെ ചില ആളുകളുടെ ശക്തിക്കും കഴിവിനും അക്രമത്തിനും മുന്നിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയൂല. പക്ഷേ അപ്പൊ നമ്മുടെ മനസ്സിൽ വരും, ഇവൻ ചെയ്യുന്നതിന് സമാനമായത് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വെറുതെ അല്ല. മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം പണം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒഴുക്കിക്കളഞ്ഞപ്പോൾ ഖുർആൻ അതിൽ പറയുന്ന ഒരു ആശ്വാസ വചനമുണ്ട്. ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തെ തടയാൻ വേണ്ടിയിട്ട് അവർ ഇഷ്ടം പോലെ പണം ഇറക്കാണ്. ഫസയുൻഫിഖൂനഹ, അവരത് ചെലവഴിക്കും. സുമ്മ തകൂനു അലൈഹിം ഹസ്ര, എന്നാൽ ആ ചെലവഴിച്ചതിനൊക്കെ അവർക്കൊരു ഖേദം വരാനുണ്ട്, ഒരു ദുഃഖം വരാനുണ്ട്. അത് വേണ്ടിയിരുന്നില്ലാന്ന് അവർക്ക് തോന്നുന്ന ഒരു സന്ദർഭം വരാനുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി വധിക്കാൻ വേണ്ടി ശത്രുക്ക് വലിയ ആസൂത്രണങ്ങൾ നടത്തി. അവർക്കറിയോ അതിനേക്കാളും വലിയ ആസൂത്രണം അവർക്കെതിരെ നടത്താൻ പറ്റുന്ന ഒരു പടച്ചോന്റെ പ്രവാചകനെതിരെയാണ് അവർ കുതന്ത്രങ്ങൾ മെനയുന്നതെന്ന് അവർക്ക് അറിയില്ല. നമ്മളെ വലിയ വിളവന്മാരെന്ന് നമ്മൾ വിചാരിക്കുക, വലിയ തന്ത്രജ്ഞന്മാര്. നമുക്ക് മറ്റുള്ളവരറിയാതെ അവരെ ദ്രോഹിക്കാൻ അറിയാം, അവരെ കൊല്ലാൻ അറിയാം, അവരെ ഉപദ്രവിക്കാൻ അറിയാം. നമ്മൾ വലിയ സാമർത്ഥ്യമുള്ളവരാണ്. പക്ഷെ സുഹൃത്തുക്കളെ, ഈ ബുദ്ധി തന്നവനില്ലേ, നമ്മളെ ഈ സാമർത്ഥ്യവും ബുദ്ധിയൊക്കെ തന്ന മക്കറല്ല, അള്ളാഹു അതിനേക്കാളും വലിയ തന്ത്രമാണ് പ്രയോഗിച്ചത്. അള്ളാഹുവാണ് തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും വലിയ തന്ത്രശാലി അള്ളാഹുവാണെന്നാണ് പറഞ്ഞിരുന്നത്. എന്തൊക്കെ ഓഫറാ സുഹൃത്തുക്കളെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കുറച്ചൊരു സൂക്ഷ്മത, പടച്ചോന്റെ കാണ്ടൽ, അങ്ങനെ ഒരു സൂക്ഷ്മതയും കാവലും നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിന് മുഴുവനും കാവലാകുന്നു. എന്താ തിരിച്ചു നോക്ക് നിങ്ങൾ, ജിൻസുൽ അമൽ, ഒരു ശ്രദ്ധ നമ്മക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന, നീ അള്ളാഹിനെ സൂക്ഷിക്കും, അള്ളാഹ് നിന്നെ സൂക്ഷിക്കുന്നു, എന്നാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. ഒരു പ്രശ്നം നിനക്ക് വരുമ്പോൾ നിന്റെ മുന്നിൽ അള്ളാഹു വന്നിട്ടുണ്ടായിരിക്കും. നിന്നെ സഹായിക്കാൻ അള്ളാഹു നിന്റെ മുന്നിലെത്തുന്നാണ്. ചോദിക്കുകയാണെങ്കിൽ അള്ളാഹോട് ചോദിച്ചു, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിച്ചു. സുഹൃത്തുക്കളെ, ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുവീഴ്ച. നമുക്ക് നല്ല അവസരം വരും, ചിലപ്പോൾ നമ്മളെ കാൽക്കൊക്കെ വരും, സോറി കേട്ടോ, ക്ഷമിക്കണം, അറിയാതെ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് താടുകേണ് വരുമ്പോൾ അതൊക്കെ ഒരു പ്രതികാരത്തിന്റെ സന്ദർഭമായി മുമ്പ് അവൻ ചെയ്ത ദ്രോഹങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അതൊന്ന് മുതലാക്കി കളയാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ അറിയും, നമുക്ക് മാപ്പ് കിട്ടേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് മാപ്പ് തരേണ്ടത് ആരാ? നമുക്ക് മാപ്പ് തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ് നമുക്ക് മാപ്പ് തരേണ്ടത്. അവൻ മാപ്പ് തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യ്, മാപ്പ് കൊടുക്ക്, പുറത്തു കൊടുക്ക്. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നമ്മൾ തീരുമാനിക്കണം പരലോകത്തൊന്നും കൂടി അടയ്ക്കാൻ മാപ്പ് തരില്ലടാ എന്നൊക്കെ പറയാൻ എളുപ്പ സുഹൃത്തുക്കൾ. അത് അള്ളാഹ് നമ്മളെ കാര്യത്തിൽ പറഞ്ഞാലോ, പാപമോചനമല്ലാതെ എന്തു പ്രതീക്ഷയാണ് നാളത്തെ പരലോകത്തിൽ നമുക്കുള്ളത്? ആർക്കെങ്കിലും മനസ്സറിഞ്ഞു കൊടുത്തൊരു മാപ്പിന് അള്ളാഹ് നമുക്കൊരു മാപ്പ് തിരികെ തന്നാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്നാണ്. അതുകൊണ്ട്
ഒരു തിന്മക്ക് തത്തുല്യമായ തിന്മ തന്നെയാണ് അതിന് പകരം. എന്നാൽ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ട് അതുപോലെ ചെയ്യാം. പക്ഷേ ആരെങ്കിലും വിട്ടുവീഴ്ച കൊടുക്കുകയാണെങ്കിൽ ഫമൻ അഫാ വ അസ്ലഹ് ഫഅജ്റുഹു അലല്ലാഹ് ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. അള്ളാഹു പകരം നമുക്ക് വിട്ടുവീഴ്ച തരുമെന്നാണ്. ലൂത്ത് നബി കുടുംബത്തെ ഉപേക്ഷിച്ച് പോയി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയി, കുടുംബത്തെ ഉപേക്ഷിച്ച്. എന്താ അതിന് മറുപടി പറഞ്ഞറിയോ? ആ കുടുംബത്തെ ഉപേക്ഷിക്കാനുള്ള ത്യാഗത്തിന് അള്ളാഹു പകരം കൊടുത്ത എന്താ സുഹൃത്തുക്കളെ? വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളി ലതി ബാറകനാ ഫീഹാ ലിൽ ആലമീൻ വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്. നല്ല മക്കളെ കൊടുത്തു, സന്താനങ്ങളെ കൊടുത്തു, നല്ലൊരു കുടുംബത്തെ കൊടുത്തു. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരു പരീക്ഷയുടെ ഘട്ടത്തിൽ ശത്രുക്കൾ എല്ലാവരും കൂടെ എന്ത് വെച്ചാൽ കൊണ്ടുപോയി തീയിലിടാൻ തീരുമാനിച്ചു. എന്താ സംഭവിച്ചത്? തീയിലിട എന്തിനാണ്? അവർ കരിഞ്ഞു പോകാൻ, ഏറ്റവും മാരകമായ ശിക്ഷ അനുഭവിപ്പിക്കാൻ. പക്ഷെ അള്ളാഹ് എങ്ങനെ എന്താ തീരുമാനിച്ചത്? നിങ്ങൾ ഏറ്റവും ശക്തമായ തണുപ്പാണ്, പുറത്തു പോലും ഇല്ലാത്ത തണുപ്പാണ്. വർദ്ധൻ വസലാമൻ, തണുപ്പ് മാത്രമല്ല, അത് രക്ഷയായ തണുപ്പ്. അതാ പടച്ചോ കൊടുത്തു. അങ്ങനെ പടച്ചോ ജിൻസുൽ അമൽ നമുക്ക് പകരം തരും. നമ്മൾ ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് അള്ളാഹു പകരം തരും. കഷ്ടപ്പാടുകളിലും പരീക്ഷണങ്ങളിലും വെന്ത് കരിഞ്ഞപ്പോൾ അതിന് പകരം തീയിൽ പോലും അള്ളാഹു ആശ്വാസത്തിന്റെ തണുപ്പ് നൽകി. പറയുന്നുണ്ട്, ഇതാണ് ജിൻസുൽ അമൽ. ചെയ്തത് കിട്ടും, ചെയ്തതാ കിട്ടുക. നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും ചെയ്തത് കിട്ടും. കാറൂൻ എന്താ സംഭവിച്ചത്? എത്ര ചൊറുക്കിലിറങ്ങാൻ പറ്റുമോ അത്ര ചൊറുക്കിലാണ് കാറൂൻ എന്ന മുതലാളി ഇറങ്ങിയത്. പക്ഷെ എന്താ ഉണ്ടായത് സുഹൃത്തുക്കളെ? അള്ളാഹ് പറഞ്ഞു, അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. ഈ വലിയ താക്കോൽ കുട്ടങ്ങളും ഖജനാവൊക്കെ ഉണ്ടാവുമ്പോൾ നിനക്ക് പടച്ചോൻ തന്നതല്ലേ കലവറയില്ലാത്ത സമ്പത്ത്, കുറച്ചൊക്കെ മറ്റുള്ളവർക്കും കൊടുത്തളാ. എന്ത് കിട്ടുമ്പോഴും ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുക അള്ളാഹ് കൽപ്പിച്ചു. അവനത് തോന്നിയില്ല. അവൻ പറഞ്ഞ ഊത്തീത്തു അലാ ഇൽമിൻ ഇൻദി. ഇതൊക്കെ എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും എൻ്റെ സാമർഥ്യം കൊണ്ടും ഉണ്ടായതാണ്. പടച്ചോൻ എന്താ ചെയ്തത് സുഹൃത്തുക്കളെ? അങ്ങനെ ഒക്കെ അവനാൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ജിൻസുല്ലാമൽ എന്താ? ഒന്നുകൊണ്ടില്ലാതെ കുഴിച്ചണിട്ട് കുറച്ച് കിളറിയ മണ്ണ് മാത്രമേ ഉള്ളൂ. കൊട്ടാരമില്ല, സമ്പത്തുക്കളില്ല, താക്കോൽ കൂട്ടങ്ങളില്ല, കുതിരകളില്ല, എല്ലാം നിമിഷം കൊണ്ട് ഭൂമിക്കടിയില്ല. ഏതാ ജിൻസുൽ അമൽ. ഒക്കെ അവനവൻ്റെതാണെങ്കിൽ തടുത്തു വെച്ചോ, ഒക്കെ എൻ്റെതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തടുത്തു വെച്ചോ. അതാ ജിൻസുൽ അമൽ. സുഹൃത്തുക്കൾ നല്ലോണം ആലോചിച്ചോളൂ. എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ഒരു നന്മ ചെയ്തു നോക്കുക, പകരം കിട്ടും, പകരം കിട്ടും. എന്നാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹങ്ങളോ എന്തെങ്കിലും തിന്മകളോ ചെയ്യുമ്പോൾ ആലോചിക്കുക, നമ്മൾ ശക്തരായിരിക്കും, ഒരു വിസയിലും എങ്ങട് കടക്കൂല എന്നാണ്. ഇവിടെ എന്ത് ലോകത്ത് ചെയ്താലും നമ്മൾ സുരക്ഷിതർന്നാണ്. എന്തേ സുഹൃത്തുക്കളെ സംഭവിച്ചത്? എപ്പോഴൊന്നും അങ്ങനെ ആയിക്കോളുന്നില്ല, എപ്പോഴും നമ്മൾ അങ്ങനെ ആയിക്കോളുന്നില്ല. അതുകൊണ്ട് നാം ചെയ്യുന്നത് അളന്ന് മുറിച്ച് അള്ളാഹു തിരികെ തന്നാൽ താങ്ങാൻ നമുക്ക് പറ്റൂല. വെറുതെ അങ്ങനെ ആലോചിച്ചാൽ മതി. പാപ്പാനിമ്മാനി നോക്കുന്ന കാര്യമാണെങ്കിലും നാട്ടുകാരോടുള്ള പെരുമാറ്റമാണെങ്കിലും സ്വഭാവമാണെങ്കിലും വിട്ടുവീഴ്ചയാണെങ്കിലും എല്ലാം നമ്മളാക്കും. ഇൻ തൻസുറുള്ള, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ നോക്ക് എല്ലാ ആയത്തുകളും യൻസുറുക്കും, നിങ്ങളെ അവൻ സഹായിക്കും. ഖുർആന്റെ പ്രയോഗങ്ങളാണ്. തീർച്ചയായും ഇതൊരു വലിയ ആശയമാണ് സുഹൃത്ത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആശയമാണ്. അതുകൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കാം, നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, നമുക്കത് കിട്ടും. ആ കാരുണ്യവും ആ സ്നേഹവും വിട്ടുവീഴ്ചയും എല്ലാം അള്ളാഹു നമുക്ക് തിരിച്ചു തരും, യാതൊരു സംശയവും കാര്യത്തിലില്ല. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക, നല്ല അവസരങ്ങൾ ഉപയോഗിക്കുക. ജസാഅൻ വിഫാഖ, രണ്ട് വാക്കിൽ അള്ളാഹ് ഈ ആശയത്തെ ഒതുക്കി. ജസാഅൻ വിഫാഖ എന്താണ്? യോജിച്ച സമ്മാനം, യോജിച്ച പ്രതിഫലം. ഇഹലോകത്തും പരലോകത്തും യോജിച്ച പ്രതിഫലമാണ് തരുക. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് യോജിച്ചതായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ള ഈ മഹത്തായ ആശയത്തെ പ്രതിനിധീകരിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വിട്ടുപോകാതെ പല കാര്യമാണ് സമ്പത്തിനോടുള്ള നമ്മുടെ സമീപനം. അപ്പോൾ പിശുക്കിയാൽ എന്താ ഉണ്ടാവുക? കൊടുക്കാൻ അവസരം ഉണ്ടായിട്ടും ആൾക്കാർ കൊടുക്കാതിരുന്നാൽ എന്താ ഉണ്ടാവുക? കൊടുക്കാത്ത പൈസക്ക് അവിടെ ഉണ്ടാവുന്നല്ലേ? അതല്ലേ അതിൻ്റെ ശരിക്കുള്ള ലോജിക്ക്. നമ്മൾ പൈസ ഒന്നും ചെലവാക്കാതിരുന്നാൽ ആ പണമൊക്കെ അവിടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് നമ്മളിങ്ങനെ കാലാകാലം സമ്പന്നനായി ജീവിക്കണ്ടേ? അങ്ങനെയാണ് നമ്മൾ വിചാരിക്കല്ലേ. എന്നാൽ നമ്മൾ പിശുക്കി നമ്മളെ സമ്പത്ത് വെക്കുമ്പോൾ നമുക്ക് വരുന്ന സമ്പത്തും പിശുക്കപ്പെടും, കിട്ടാതൊക്കെ ചെയ്യും. അതാ ജിൻസുലാമൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചെലവാക്കുകയാണ് വേണ്ടത്. നമ്മൾ ചെലവഴിക്കണം.
സദക്ക മാത്രമേ പറഞ്ഞത്. ഒരാൾക്ക് പൈസ മുഴുവൻ അയാൾ കെട്ടിക്കിടന്നാൽ നാടിൽ എന്തെങ്കിലും സാമ്പത്തിക വളർച്ച ഉണ്ടാവും? അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ആർക്കപ്പോൾ അത് അറിയാത്തത്? നമുക്കറിയാം സമ്പത്തിന്റെ എന്ത് കാര്യമാണ്. ദുനിയാവിന് വേണ്ടി ഒരാൾ പിന്നാലെ നടന്ന ദുനിയാവ് കിട്ടുന്നല്ല പറഞ്ഞത് ഹദീസിൽ. ദുനിയാവിന് വേണ്ടി മാത്രമായിട്ട് ഒരാൾക്ക് നിസ്കരിക്കാനും ഇതിനൊന്നിനും സമയമില്ല. അപ്പൊ ദുനിയാവ് കിട്ടുന്നല്ല പറഞ്ഞത്. ദുനിയാവ് അവന്റെ മുന്നിൽ അപ്രത്യക്ഷമാകും, അവന് കിട്ടാതെ ആവുന്ന പറഞ്ഞത്. അപ്പൊ എന്താ പറയുക, നമ്മൾ വെറുതെ അറിവില്ലാത്തതിന്റെ പേരിൽ സുഹൃത്തുക്കൾ നമുക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കണമെന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്ക് അതിന് തന്നെ തത്തുല്യമായ പ്രശ്നങ്ങൾ വരും എന്ന് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. യാ മാഷറൽ മുഹാജിരീൻ ഹംസുൻ ഇദബ്തുലീതും ബിഹിന്ന, 5 കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ അഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് എന്നാണ്. എന്തേ പറഞ്ഞത്? വ്യഭിചാരം ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ എന്ത് ചെയ്യും? അവർക്ക് മാരകമായ പകർച്ചവ്യാധികൾ അവരെ പിടികൂടുന്നതാണ്. മാരകമായ പകർച്ചവ്യാധികൾ വരും. 5 കാര്യങ്ങൾ എണ്ണി പറയുന്നു. എന്തിനും അതിൻ്റെതായ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലും അള്ളാഹും റസൂലും നമുക്ക് എന്തെല്ലാം പഠിപ്പിച്ചെന്നോ എന്തെല്ലാം പറഞ്ഞെന്നോ അതൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോകൽ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാം കേൾക്കുന്ന കാര്യങ്ങൾ അതുപോലെ പിന്തുടരാനും ഈ കേൾക്കുന്ന ആശയങ്ങളുടെയൊക്കെ പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, ഇന്നലെ പോയ മാതിരിയല്ല, കഴിഞ്ഞ ആഴ്ചത്തെ പോലെയല്ല, പുതിയ മാറ്റം. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം കേൾക്കുന്ന ഹുത്തുബകളും ആശയങ്ങളും നമ്മുടെ അടുത്ത സമീപനത്തിൽ, അടുത്ത സെക്കൻഡിൽ അത് നമ്മളിൽ പ്രതിഫലിക്കണം. അപ്പോഴേ നമുക്ക് അതിന്റെ ഫലം കിട്ടുള്ളൂ.